നമുക്ക് ഇവിടെ കുട്ടി ഇറങ്ങിയിട്ടുള്ളതായിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയിട്ടില്ല, നേരെ അങ്ങോട്ട് പോവുകയാണ് കന്യാകുമാരിയിലേക്ക് പോവുകയാണ് ദൃശ്യങ്ങൾ തെളിവാണ് അല്ലേ? ശരി. ഗോപിക ഉദ്യോഗസ്ഥ വെള്ളം കുടിച്ചിട്ട് തിരികെ കയറാണ്. ഏത് പ്ലാറ്റ്ഫോമിലായിരുന്നത്? താങ്കളുടെ പേരെന്താണ്? ഗോപി, പ്രധാനപ്പെട്ട കാര്യം ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരിക്കുന്നു. ഒരുപക്ഷെ അത് ആശ്വാസകരമായ കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ഹിന്റ് കൂടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് ഈ അന്വേഷണം വഴിമുട്ടി നിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കന്യാകുമാരിയിൽ ഈ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. കന്യാകുമാരിയിൽ ഈ അന്വേഷണം അത് 6 മണിക്കൂർ നീണ്ട അന്വേഷണം കന്യാകുമാരിയിൽ അന്വേഷണം അവസാനിപ്പിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ തിരികെ പോയതാണ്. അതിനുശേഷം നടന്ന ഈ പരിശോധന അത് ഈ പാറശാലയ്ക്ക് ഇപ്പുറത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നടന്ന CCTV ദൃശ്യങ്ങളുടെ പരിശോധനയിൽ അന്വേഷണത്തിലാണ് നാഗർകോവിൽ സ്റ്റേഷനിലെ പരിശോധനയിൽ പ്രധാനപ്പെട്ട ഒരു സൂചന ലഭിച്ചിരിക്കുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. കേരളത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കഴക്കൂട്ടത്തിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടെ നിന്ന് മടങ്ങുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നവർ കന്യാകുമാരിയിലേക്ക് ഒരുപക്ഷെ പോയേക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ കഴക്കൂട്ടത്തെ ബേസ് ക്യാമ്പിലേക്ക്, അന്വേഷണത്തിന്റെ ബേസ് ക്യാമ്പിലേക്ക് ഒരുപക്ഷെ പോകാനുള്ള സാധ്യതയുണ്ട്. അതാണെങ്കിൽ അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. കുട്ടിയുടെ ദൃശ്യങ്ങൾ ഈ CCTVയിലുണ്ട്. ഈ നാഗർകോവിലെ 15 CCTV ദൃശ്യങ്ങളിൽ കുട്ടിയുടെ ദൃശ്യങ്ങളുണ്ട്. കുട്ടി നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തേക്ക് പോയിട്ടില്ല. പകരം കുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി കുട്ടി ഈ കുപ്പിയിൽ വെള്ളമെടുത്ത് അതിനുശേഷം കുട്ടി തിരികെ കയറുന്ന ദൃശ്യങ്ങളാണുള്ളത്. കുട്ടി ഇവിടെ നിന്ന് മറ്റെവിടേക്കും പോയിട്ടില്ല. കന്യാകുമാരിയിൽ പോകാനുള്ള സാധ്യത ആണ് പോലീസ് ഈ ഘട്ടത്തിൽ കാണുന്നത്. അവിടെ തന്നെ കുട്ടി കന്യാകുമാരിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകാം. കാരണം കന്യാകുമാരിയിലാണ് അലൈൻഡ് എക്സ്പ്രസ് നിർത്തുന്നത്. അവിടെ തന്നെ ഇറങ്ങിയിട്ടുണ്ടാകാം എന്ന സാധ്യതയാണ് ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. എന്നാണെങ്കിലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്ന ഒരു നിർണായക ഘട്ടം അത് ഇന്ന് രാവിലെ 4 മണിക്കാണ് ആദ്യം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് ഉണ്ടാകുന്നത്. അത് ഈ നെയ്യാറ്റിൻകര സ്വദേശിയായ വിദ്യാർത്ഥിനി ഈ കുട്ടിയുടെ ചിത്രമെടുത്തത് നമ്മുടെ തന്നെ 24-ന്റെ തന്നെ വാർത്ത കണ്ട് ആ കുട്ടി അത് പോലീസിനെയും അതുപോലെ മാധ്യമങ്ങളെ അടക്കം അറിയിക്കുകയും നമുക്ക് തന്നെ ആ ദൃശ്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തു. കുട്ടിയുടെ ഒരു ഫോട്ടോ ബബിത എന്ന വിദ്യാർത്ഥിനി എടുത്തിരുന്നു. തുടർന്നാണ് ഈ അന്വേഷണം അത് തിരുവനന്തപുരത്തിൽ തെക്കേക്ക് വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അതായത് ഈ ഐലൻഡ് എക്സ്പ്രസ് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തുന്നത്. അതിരാവിലെ തന്നെ പോലീസ് സംഘവും അടക്കമുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരും ഒക്കെ കന്യാകുമാരിയിലെത്തി അന്വേഷണം നടത്തിയിരുന്നു. ബീച്ച് റോഡ് കേന്ദ്രീകരിച്ചുമൊക്കെ അന്വേഷണം നടത്തിയിരുന്നു. രാവിലെ 5:30 മണിക്ക് കുട്ടിയെ ബീച്ച് റോഡിൽ കണ്ടതായി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിരുന്നു. ആ ഡ്രൈവറുടെ മൊഴി കേട്ടതിന് ശേഷം ബീച്ച് റോഡും ബീച്ച് പരിസരവും ഒക്കെ പോലീസ് അരിച്ചു പറക്കിയിരുന്നു. അതുമാത്രമല്ല കന്യാകുമാരിയിലെ CCTV ദൃശ്യങ്ങൾ ഒന്നില്ലാതെ എല്ലാം പരിശോധിച്ചിരുന്നു. അതിലൊന്നും കുട്ടിയുടെ ദൃശ്യങ്ങൾ ഉണ്ടായില്ല. 6 മണിക്കൂർ നീണ്ട പരിശോധന അവിടെ പൂർത്തിയാക്കിയിട്ടാണ് കന്യാകുമാരിയിൽ കുട്ടി എത്തിയിട്ടില്ല ഒരു പ്രാഥമിക അനുമാനത്തിന്റെ പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മടങ്ങിയത്. പക്ഷേ രണ്ടാമത്തെ പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ നിർണായകമായ ഒരു തുമ്പ് കൂടി കിട്ടിയിരിക്കുന്നു. കുട്ടിയുടെ ദൃശ്യങ്ങളുണ്ട്. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ കുട്ടി കടന്നിട്ടുണ്ട്. അതായത് കന്യാകുമാരിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിൽ തെളിവുണ്ട്. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി ഇറങ്ങി ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ 3 മണിയും 3 മിനിറ്റും ഉള്ളപ്പോൾ കുട്ടി ഇറങ്ങി കുപ്പിയിൽ വെള്ളമെടുത്തതിന് ശേഷം കുട്ടി തിരികെ അതേ ട്രെയിനിൽ തന്നെ കയറുകയും ആ ട്രെയിൻ കന്യാകുമാരിയിലേക്ക് അതിന് മടക്കയാത്ര നടത്തുകയും ചെയ്തു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പോലീസ് നൽകുന്നു. അത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളുണ്ട് എന്ന് കഴക്കൂട്ടത്ത് നിന്നെത്തിയ ഈ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു. ഗോപി, അലക്സ് മുഹമ്മദാണ് ഏറെ നിർണായകമായ പോലീസിന് ലഭിച്ച സൂചനകളുടെ വിശദാംശങ്ങൾ നമ്മളുമായി ഇപ്പോൾ പങ്കുവച്ചത്. അലക്സിനോട് നേരത്തെ ഈ ഉദ്യോഗസ്ഥൻ സംസാരിച്ചതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ, അതായത് തസ്മിത്ത് തംസിന്റെ ചിത്രം, ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ പെൺകുട്ടി ഉണ്ട് എന്ന ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ പെൺകുട്ടി എവിടെയാണ്? നാഗർകോവിൽ ജംഗ്ഷനിൽ 3:03 ഇറങ്ങിയ തസ്മിത്ത് തംസ് പിന്നീട് അവിടെ നിന്ന് ദാഹമകറ്റാൻ വെള്ളം കുടിച്ച ശേഷം കയ്യിൽ കരുതിയ കുപ്പിയിൽ വെള്ളം എടുത്ത ശേഷം പിന്നീട് അതേ ട്രെയിനിൽ യാത്ര തുടർന്നു. അപ്പോൾ സ്വാഭാവികമായും ആ പെൺകുട്ടി പോയിരിക്കുക, ആ 13 വയസ്സുകാരിയായ അസം സ്വദേശിനി തസ്മിത്ത് തംസ് പോയിരിക്കുക കന്യാകുമാരിയിലേക്ക് തന്നെയാണ് എന്ന നിഗമനം പോലീസിന് ഇപ്പോഴുണ്ട്. അതായത് ഇനിയും തിരച്ചിൽ നടത്തേണ്ട ഇടം കന്യാകുമാരി തന്നെയാണ്. അതിൽ ഇനിയൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല എന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിക്കുന്നു. അതിന് പോലീസിന് സഹായകരമായിരിക്കുന്നത് ഇപ്പോൾ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട ഈ ദൃശ്യങ്ങളാണ്, ഈ CCTV ദൃശ്യങ്ങളാണ്. RPFന്റെ നിയന്ത്രണത്തിലാണ് ഈ CCTV പ്രവർത്തിക്കുന്നത്. അതൊരു മാനുവൽ CCTV ആണ്. ഉദ്യോഗസ്ഥരുള്ളപ്പോൾ മാത്രമാണ് CCTV പ്രവർത്തിക്കുക. ആ CCTVയിൽ ദൃശ്യങ്ങളിൽ ആ പെൺകുട്ടി പതിഞ്ഞിട്ടുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ആ ഉദ്യോഗസ്ഥന് പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പെൺകുട്ടി കന്യാകുമാരിയിലേക്ക് തന്നെയാണ് യാത്ര തിരിച്ചിട്ടുള്ളതെന്നും നാഗർകോവിലിലോ മറ്റെവിടെയെങ്കിലോ ഇറങ്ങിയിട്ടില്ല എന്ന ഒരു ഉറപ്പ് പോലീസിന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി അങ്ങോട്ട് ഈ തിരച്ചിൽ കൂടുതൽ ഊർജിതമാകാൻ പോകുന്നത്, കൂടുതൽ സൂക്ഷ്മ തലങ്ങളിലേക്ക് ഈ തിരച്ചിൽ നടക്കാൻ പോകുന്നത് കന്യാകുമാരിയിൽ തന്നെയാണ്. പുലർച്ചെ കുട്ടിയെ കന്യാകുമാരിയിൽ കണ്ട ഓട്ടോ ഡ്രൈവറുണ്ട്.
കുട്ടിയുടെ ചിത്രം ഓരോരുത്തരെയായി കാണിച്ചുകൊണ്ടാണ് പോലീസ് സംഘം കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് ഈ മണിക്കൂറുകളിൽ ഊർജിതമായി നടത്തിയത്. പക്ഷേ കുട്ടിയെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും നമുക്ക് ലഭിച്ചിട്ടില്ല. സ്വാഭാവികമായും ഒരുപക്ഷെ ക്ഷീണിതയായ പെൺകുട്ടി എവിടെയെങ്കിലും കിടന്നുറങ്ങിയിരിക്കാം, ആരുടെയെങ്കിലും കസ്റ്റോഡിയൻ ആരെങ്കിലുമായി ചിലപ്പോൾ സംരക്ഷണം ഒരുക്കിയിട്ടുണ്ടാകാം. ഏതായാലും പെൺകുട്ടി എവിടെയാണ് എന്നത് സംബന്ധിച്ച് നിലവിൽ കന്യാകുമാരിയിൽ ഈ മണിക്കൂറുകളിൽ അത്രയും തിരച്ചിൽ നടത്തിയിട്ടും പോലീസ് സംഘത്തിന് കൃത്യമായ ഒരു സൂചനയില്ല. പക്ഷേ അവർക്ക് നിർണായകമായ ഒരു വിവരം ലഭിച്ചിരിക്കുന്നു. ആ വിവരം CCTV ദൃശ്യങ്ങളിൽ ആ പെൺകുട്ടിയുടെ ചിത്രം പതിഞ്ഞതാണ്. സ്വാഭാവികമായും കന്യാകുമാരിയിലേക്ക് തന്നെയാണ് ആ പെൺകുട്ടി യാത്ര തിരിച്ചിട്ടുള്ളത് എന്ന് പോലീസിന് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കന്യാകുമാരി എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന പെൺകുട്ടി നാഗർകോവിൽ ജംഗ്ഷനിൽ 3 മണി 3 മിനിറ്റ് ആയപ്പോൾ ഇറങ്ങുകയും അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെള്ളമെടുത്തും വെള്ളം കുടിച്ചും പിന്നീട് കമ്പാർട്ട്മെന്റിലേക്ക് തിരികെ കയറി എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ സ്വാഭാവികമായും ഇനി അവർ വളരെ വേഗം തന്നെ ഈ നെറ്റ്വർക്കിലേക്ക് സന്ദേശങ്ങൾ കൈമാറും. ഉടൻ തന്നെ കന്യാകുമാരിയിലെ എല്ലാ ഇടങ്ങളിലേക്കും വ്യാപകമായിട്ടുള്ള തിരച്ചിൽ, സൂക്ഷ്മതലങ്ങളിലേക്കുള്ള തിരച്ചിലായിരിക്കും ഇനി പോലീസിന്റെ ഭാഗത്തുണ്ടാവുക. പ്രാഥമികമായി വിപുലമായ ഒരു തിരച്ചിൽ തന്നെയാണ് അവർ രാവിലെ മുതൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കന്യാകുമാരിയിൽ ഈ പെൺകുട്ടിയെ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവറെ ഒപ്പം കൂട്ടിയുള്ള തിരച്ചിൽ നടന്നു. മാത്രമല്ല പോലീസിന്റെ കൈവശമുള്ള ചിത്രം അത് ഓരോരുത്തരെയായി കാണിച്ചുകൊണ്ട് തെരുവിലും കടകളിലും ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെയായി വ്യാപകമായ തിരച്ചിൽ ഇന്ന് പോലീസ് നടത്തി. പക്ഷേ പെൺകുട്ടിയെക്കുറിച്ച് കൃത്യമായ ഒരു സൂചന ലഭിച്ചിട്ടില്ല. മറ്റാരെങ്കിലും തന്നെ പെൺകുട്ടിയെ കണ്ടതായി ഓർക്കുന്നു എന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല. സ്വാഭാവികമായി ഇത് പലതരത്തിലുള്ള സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒരുപക്ഷെ പെൺകുട്ടി ആരുടെയെങ്കിലും ഒരു കസ്റ്റഡിയിൽ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരുപക്ഷെ ആ കുട്ടിക്ക് അഭയം കൊടുത്തിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ ആ പെൺകുട്ടി എവിടെയെങ്കിലും ക്ഷീണിതയായി വിശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ പോലീസ് എല്ലാ സാധ്യതകളും കണക്കുകൂട്ടിക്കൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അതുകൊണ്ട് ആ തിരച്ചിലിന് പോലീസിന് കൂടുതൽ ശക്തമായ തിരച്ചിൽ നടത്താൻ അവരെ സഹായിക്കുന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ വിവരങ്ങൾ.